ഗൈസ്, അപ്പോൾ കുൻഫു പാണ്ട 4 OTT റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ 4 ഒക്കെ അവൈലബിൾ ആണ്. പടം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇതിനും കിട്ടലിനായിട്ട് അവരെ കിടക്കാറെന്ന് എനിക്ക് തോന്നി. കാര്യം ആ ഒരു മാൻഡസും ടൈഗറും അവരൊന്നും ഇല്ല, മങ്കിയൊന്നും ഇല്ലത്തില്ല, ഫ്യൂരിയസ് 5 ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലത്തില്ല. ഇതിന്റെ താഴെ കാണിക്കുന്ന പോയിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം പോയില്ലെങ്കിൽ കുൻഫു പാണ്ട എന്ന് പറഞ്ഞ മൂവി തന്നെ ഇല്ല, നമുക്കറിയാം. കാര്യം ഡ്രാഗൺ വാരിയർ ഏറ്റവും കിട്ടലും ക്യാരക്ടറാണ്. പിന്നെ എന്നാ സെൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഫോർസിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പുതിയൊരു ക്യാരക്ടറാണ്. ഇവരുടെ ഒരു ബോണ്ടിങ് സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന വൻ കിട്ടലിനായിട്ടാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു കമീലിനെയാണ് വില്ലനായിട്ട് കാണിക്കുന്നത്. പച്ചമലത്തിൽ പറയുന്ന ഓന്തിനെയാണ് ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് കാണിച്ചിരിക്കുന്നത്. വിഷ്വല് എന്താണെന്ന് പറയാൻ എനിക്കല്ല, കിട്ടിലിന് ആനിമേഷനും കാര്യങ്ങളായിരുന്നു പടത്തിൽ ഉടനീളം. എനിക്ക് ആനിമേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടിലിനായിരുന്നു വേണം പറയാൻ. പക്ഷെ ആക്ഷൻ സീൻസ് എല്ലാം നല്ലതാണ്. ആകെ ഇവരുടെ ആ ഒരു മിസ്സിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ കാണിക്കുന്നത്, അതായത് ഡ്രാഗൺ വാരിയറിന്റെ ആ ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്ക് എൻഡ് ചെയ്തേക്ക് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജസ്റ്റ് വൺ ടൈം കണ്ടിരിക്കുന്ന മൂവിയാണ്. ഇതിന് മുമ്പുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവിയൊക്കെയാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാനാണ്. അപ്പം ഇതുവരെ നിങ്ങൾ തിയേറ്ററിൽ പോയത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ടെലിഗ്രാമിൽ വന്നിട്ടുണ്ട്, എന്താണെങ്കിലും എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും